ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരി അരച്ചിട്ടുള്ള ഇണ്ടറിയപ്പമാണ്. നമ്മൾ ഇതിന് മുമ്പ് അരിപ്പൊടി വെച്ചിട്ട് ഇണ്ടറിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി അരച്ചിട്ട് എങ്ങനെയാണ് ഇണ്ടറിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി റൈസ് വേണമെന്നൊന്നുമില്ല, പച്ചരി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഉഴുന്നാണ്, അത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും നല്ലതുപോലെ വെള്ളമൊഴിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അരിയും നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ടിലും നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഉഴുന്നിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ അരിയുടെയും മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിനായിട്ട് അതിന് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഉഴുന്ന് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഉഴുന്നിനൊപ്പം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം 1/4 കപ്പിനടുത്ത് നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഉഴുന്ന് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. കണ്ടില്ലേ, തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉഴുന്നൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഉഴുന്ന് അരച്ചിട്ടുള്ള സെയിം മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ അരിയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉഴുന്നിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഗ്രൈൻഡറിലോട്ട് 1/4 കപ്പ് നാളികേരം ചിരകിയത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായി അരയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറുതായി തരിതരിപ്പോടെ അരച്ചെടുത്താലും നല്ലതാണ്. അങ്ങനെ നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പ് റെഡിയാക്കി. ഇനി ഈ നാളികേരത്തിൻ്റെ അരപ്പ് നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയുടെയും അതുപോലെ ഉഴുന്നിൻ്റെയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ നാളികേരത്തിൻ്റെ അരപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അത് കട്ട പിടിച്ച് കിടക്കാതിരിക്കാനാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരും. അങ്ങനെ നമ്മുടെ ഇണ്ടറിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസും ആവാൻ പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയും ആവാൻ പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നാളികേരം ചെറുതായി കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നാളികേര കൊത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരക്കൊത്ത് വറുത്തെടുത്തു. ഇനി ആ നാളികേരക്കൊത്ത് വറുത്തെടുത്ത സെയിം പാനിലേക്ക് തന്നെ ഒരു 8 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുവന്നുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും അതുപോലെ ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ കുറച്ചെടുത്ത് നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇണ്ടറിയപ്പം. ആവിയിൽ വേവിച്ചിട്ടും അതുപോലെ ഇത് നമുക്ക് മൊരിയിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മുടെ മാവ് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും അതുപോലെ കറിവേപ്പിലയും
ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചടച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇണ്ടറിയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇണ്ടറിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2 സൈഡും മുരിച്ചെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് മുകളിൽ ഈ ചുവന്നുള്ളി ഇടരുത്. കാരണം ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നാളികേരക്കൊത്തും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റോ 2-3 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം മൂടി തുറന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇണ്ടറിയപ്പം റെഡിയായി കിട്ടും. ഇനി ഇങ്ങനെ മുരിച്ചെടുക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് മാവ് ഒഴിച്ച് ഇഡലിയൊക്കെ വേവിക്കുന്നത് പോലെ ആവി കയറ്റിയിട്ടും നമുക്ക് ഇണ്ടറിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്